വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം ആമേൻ സ്തോത്രം ആമേൻ 2-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ ഒരാളെ ശബ്ദമുയർത്തി വായിച്ചു. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ട സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. നല്ല കർത്താവേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, വായിച്ച വാക്യത്തിനായി സ്തോത്രം. വാക്കുകൾ, വചനം, ദൈവം ആമേൻ സ്തോത്രം. ആമേൻ അതിൽ നിന്ന് ആമേൻ സ്തോത്രം വെളിപ്പെടുത്തുന്ന ആശയങ്ങൾ ഹൃദയങ്ങളിൽ മക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. ദൈവകരത്തിലേക്ക് താഴ്ത്തുകയാണ്. കേൾക്കപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹമായി മാറണം. ആമേൻ സ്തോത്രം. വചനം സംസാരിപ്പാൻ ഇടപെടുവാൻ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ പത്രോസിന്റെ ലേഖനത്തിൽ ആമേൻ സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് ആമേൻ സ്തോത്രം അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ആമേൻ സ്തോത്രം. ഒന്നിനും ദോഷപ്രവൃത്തിയിലേക്ക് കടന്നു പോയിട്ട് അവൻ ചെയ്തിട്ട് അവൻ ശിക്ഷ ഏൽക്കുന്നതിൽ വലിയ കാര്യമില്ലെന്നാണ് ആമേൻ പത്രോസ് ആമേൻ സ്തോത്രം ലേഖനത്തിലൂടെ ഇടപെടുന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ തിന്മ ചെയ്തിട്ട് ആമേൻ സ്തോത്രം അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിലൊന്നും ഒരു കാര്യവും കാണുന്നില്ല. എന്നാൽ നന്മ ചെയ്തിട്ട് നീ അവൻ ശിക്ഷ അനുഭവിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. അവൻ സ്വതന്ത്രം അവൻ ഭക്തന്മാരുടേതായ ഇടപെടലും അവൻ പീഡനങ്ങളും കഷ്ടങ്ങളും ഒക്കെ വിവരിക്കുന്ന ദൈവവചനത്തിൽ അവൻ ഇതിന് വളരെ പ്രാഗൽഭ്യമുണ്ട്, പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ആ സ്വതന്ത്രം അവൻ യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി അവൻ കഷ്ടം സഹിച്ചു. അത് നമുക്ക് എത്തിയിരിക്കുന്ന ഒരു മാതൃകയായിട്ട് അമ്മേ സ്വന്തം ദൈവത്തിന്റെ സന്നിധി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ വാക്കുകൾ വളരെ മനസ്സിരുത്തി വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. പലരും വീടുപോയ ഒരു തട്ടിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദോഷം ചെന്നിട്ട് ആമേൻ സ്വന്തം ക്ലേശം അനുഭവിക്കുന്നവരൊന്നും ഒരു കാര്യവുമില്ല. യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം നമ്മുടേതായ പാപത്തിന്റെ പരിഹാരത്തിനായി മാനവരാശിയുടെ രക്ഷക്കായിട്ട് അവൻ കഷ്ടം സഹിച്ചു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. അമ്മേ സ്തോത്രം. അപ്പോൾ ആ യേശുവിന്റെ കാഴ്ചവടുകൾ നാം പിന്തുടരും. അമ്മേ സ്തോത്രം. അവരുടെ മാതൃകയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ദൈവവചനത്തിൽ അപ്പോസ്തലനായ പത്രോസ് ആമേൻ ലേഖനത്തിലൂടെ ഇടപെടുക. ഹല്ലേലൂയ. ഈ വചനം ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പലവട്ടം നാം അനുഭവിച്ചിട്ടുണ്ടാകാം. അതിന് ആവശ്യമില്ലാത്തതിനെ നാം വഴികെട്ടിട്ടുണ്ടാകാം. ദൈവനാമത്തെ പ്രതിയാണെങ്കിൽ അതിന് പ്രസാദം. ആമേൻ സ്തോത്രം. ദൈവനാമത്തെ പ്രതി നീ കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. 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 ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആമേൻ സ്തോത്രം യേശു കർത്താവിനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിൽ ആമേൻ സ്തോത്രം അവന്റെ രണ്ട് ആമേൻ സ്തോത്രം കള്ളന്മാരാണ് അപ്പോഴും അല്ലെങ്കിൽ ആമേൻ സ്തോത്രം അവൻ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. അതിന്റെ 23-ാം അധ്യായത്തിൽ 40-41 വാക്യങ്ങളിൽ അവിടെ പറയുകയാണ് അവൻ സ്വന്തം നാമോ അവൻ സ്തോത്രം അവൻ ചെയ്ത ആ കുറ്റത്തിനൊത്തവണ്ണമുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത്. പക്ഷെ ഈ കിടക്കുന്നവൻ ശിക്ഷ അനുഭവിക്കുന്നത് വെറുതെയാണ്. അവൻ സ്വത്രം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ സ്വത്രം അവൻ എന്നവരെ വിളിച്ചു കാണിക്കുന്നുണ്ട്. അവൻ സ്വത്രം അപ്പോൾ അവൻ സ്വത്രം അവൻ ആ കള്ളന്റെ ഉന്നതത്തിനോട് ചിന്ത കടന്നു. അവൻ സ്വത്രം അവൻ ഞാൻ അവൻ കുറ്റം ചെയ്തിട്ടാണ് ഈ ക്രൂശ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം ചെയ്തതിനല്ലേ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ കിടക്കുന്നവൻ അവൻ സ്തോത്രം
ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ദൈവത്തിന്റെ പ്രസാദം. സ്വത്രം ആമേൻ കർത്താവായ യേശു ക്രിസ്തു അവൻ ക്രൂശിക്കപ്പെട്ടത് സ്വതം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. സ്വതം നമ്മുടെ പാപത്തിലെ കറകളെ നീക്കുവാൻ അവസാനത്തുള്ളൊരു രക്തം നമുക്ക് വേണ്ടി ഒഴുകി തന്ന യേശു സ്വതം തിരുവചനത്തിൽ കാണുന്നത് പിതാവിന് പ്രസാദമായി തീർന്നു. സ്വതം പുത്രൻ തകർക്കപ്പെടണമെന്ന് തനിക്ക് ഇഷ്ടമായി എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ തകർക്കുന്ന അനുഭവത്തിലൂടെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം ലഭിക്കുവാൻ ഇടയാക്കുന്നത് അതിനനുഭവിച്ചു കൊടുക്കുന്നതായിട്ട് തിരുവനന്തപുരം സ്വത്രം ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, സ്വത്രം പിതാവിന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. പിതാവിന് കഴിയാഞ്ഞിട്ടാണോ? സ്വത്രം കാരണം ഈ ഒരു അനുഭവം കടന്നു വന്നാൽ സ്വത്രം രക്തത്തിന്റെ അനുഭവം വെളിപ്പെടുമ്പോൾ പാപത്തിന്റെ കറ കഴുകിപ്പോകും. സ്വത്രം നമ്മുടെ മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് വാക്യങ്ങൾ വായിച്ചാണ് 40-41 വാക്യങ്ങൾ. മറ്റവരോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി ഉണ്ട്. വാക്യം കാര്യമെടുത്തൻ ആ ആ ആ നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായത് അപ്പോൾ ലഭിക്കുന്ന ശിക്ഷ നമ്മുടെ ദോഷവശം കൊണ്ട് നാം അനുഭവിച്ചിട്ട് ഇത് ദൈവനാമമഹത്വത്തിനായി തീരുന്നു എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് സ്വന്തം ഞാൻ ദൈവവൈദ്യരായിട്ടിരുന്നിട്ട് എനിക്ക് കഷ്ടം വന്നത് എന്ന് പറഞ്ഞ് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ട് ദോഷവശങ്ങൾ നീ അനുഭവിക്കുന്ന ദൈവത്തിന്റെ പ്രസാദമല്ല. സ്വന്തം മറിച്ച ദൈവനാമത്തെ പ്രതി നീ നിന്നിട്ട് നിന്റെ പാപത്തിൽ സഹിച്ചാൽ അവന്റെ ദൈവത്തിന്റെ പ്രസാദം നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് അവർ നടക്കിടുന്നവരാണ്. ഇതൊക്കെ കണക്കെടുത്ത് വേണോ? സ്വന്തം ഭൂമിയിൽ കണക്ക് എഴുതിക്കൊണ്ടുണ്ട്. സ്വന്തം ഇത് വെറുതെ പോകത്തില്ല. സ്വന്തം മറിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേതായ പ്രവൃത്തി ദോഷം കൊണ്ട് സ്വന്തം കഷ്ടത്തിലേക്ക് പോയാൽ ഒരു പ്രസാദവും ഉണ്ടാകത്തില്ല, അതിനൊരു കണക്കുമില്ല. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടിട്ട ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തില് സ്വന്തം യോശുവ സ്വന്തം കടന്നുപോയപ്പോൾ സ്വന്തം നിങ്ങൾ ശരണാർപ്പിത വസ്തുക്കളിലൊന്നും നിങ്ങൾ കൈവെക്കരുത്. സ്തോത്രം. 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 ദൈവത്തിൽ കാണുന്നത് നേരെ കയറണം. സ്തോത്രം. ഈ വാചനമൊക്കെ നമുക്ക് കാണപ്പെടണം. സ്തോത്രല്ലേ? ഒരു ഭാഗം എടുത്തിട്ട് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പല മേഖലകളിലും പല വഴികളിലൂടെയും ദൈവവചനം സംസാരിച്ചു വരുമ്പോൾ വചനങ്ങളൊക്കെ കയറി പോകാറുണ്ട്. സ്വത്രം. നിങ്ങളോട് സ്വത്രം പോകുമ്പോൾ വചനത്തിന്റെ ആധികാരികത വെളിപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലാകും. സ്വത്രം. ഇവിടെ യോശുവ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുണ്ട് മകളെ ഇടിച്ചു വീഴും. മറ്റൊരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെയുള്ള വസ്തുക്കളൊന്നും നിങ്ങൾ സ്വത്രം തൊട്ടുപോകരുത്. ഹല്ലേലൂയ. അത് എടുത്തിട്ട് ഉണ്ടെങ്കിൽ എടുത്തിട്ട് അത് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകരുത്. സ്വത്രം എന്ന ഒരു ഓർഡർ അവിടെ എടുക്കുകയാണ്. സ്വത്രം. പക്ഷേ എന്ന് പറഞ്ഞ ഒരുത്തൻ എന്ത് ചെയ്തു? ചീലത അവിടെ നിന്ന് എടുത്തു. സ്തോത്രം. ശിക്ഷ കിട്ടിയോ? ഇത് പ്രസാദമാകത്തില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ വിട്ട് അവനവന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സഞ്ചരിച്ചിട്ട് അവൻ ക്ലേശം വരുന്നത് ദൈവനാമ മഹത്വമെന്ന് ആരും പറയുന്നേക്കരുത്.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. ദൈവത്തിന്റെ സന്നിധി നീതിയോടെ നിന്നിട്ടാണ് നീ കഷ്ടമെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമായിരിക്കും. മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ട് ആ മനുഷ്യന്റെ ക്ലേശം വരുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ ദൈവനാമം അത് അനുഭവിച്ചതാണ്. അതാണ് വ്യവസ്ഥ. അവൻ സ്വത്രം അവൻ ദൈവസന്നിധിയിൽ അവൻ സ്വന്തം പല ദൈവഭക്തിന്മാരും അവൻ സ്വത്രം അവൻ ദൈവമക്കളുടെ വാർഡ് അവൻ കുറവുകൾ വീഴ്ചകൾ കഴിയുമ്പോൾ പറയുന്നത് അങ്ങനെയാണോ? ദൈവമക്കളാണ്. പറഞ്ഞു പോകരുത്. ദോഷവശങ്ങളുടെ പോയിട്ട് ദൈവത്തിന്റെ നാമം എടുക്കരുത്. അവൻ സ്വന്തം നീ നീതിയോട് നിന്നോ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വചനപ്രകാരം നീതിയോട് ദൈവത്തിന്റെ പ്രവൃത്തി അത് സ്വന്തമായി ലഭിച്ചില്ല. കോടിയാലുള്ള അടി കപ്പച്ചേതം ആരാ പറയുന്നത്? കർത്താവിന്റെ ദാസൻ ആ വിശ്വത്രം വിളിച്ചു പറയുന്ന ആ അനുഭവങ്ങളൊക്കെ നാം ഒന്ന് എടുത്ത് നോക്കിയാൽ അവിശ്വസം ഒരു മനുഷ്യൻ അതിന്റെ ഒരു അംശം അനുഭവിച്ചിട്ടില്ല. അവിശ്വസം ഞങ്ങൾ അവിശ്വസം ക്രിസ്തു നിമിത്തം കഷ്ടമനുഭവിക്കുന്നവരെന്ന് നമ്മൾ പറയുന്നത് പല കാര്യങ്ങൾ. അവൻ ഈ ആവേശത്തെ കർത്താവിന്റെ അംശം അവിശ്വസം ആമേ വായിച്ചോട്ടെ, വാക്യം വായിച്ചോട്ടെ. അവിശ്വസം അവിശ്വസം ആമേൻ 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 വായിച്ചോട്ടെ. രണ്ടു കാര്യത്തിലായിരുന്നു. ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, നല്ല സമൂഹത്തിലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കെടുപ്പ്, വൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണമായ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരവുമുണ്ട്. ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടം നീതിയോട് നിന്നിട്ടാണ്. അവൻ സ്വന്തം മനസ്സിലാവുന്നുണ്ടോ? അവൻ കർത്താവിന്റെ ദാസനയുടെ എടുത്ത് അവൻ ഉദ്ധരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അവൻ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. അമേൻ അമേൻ. വല്ലപോ നമ്മുടെ ഇഷ്ടത്തിനൊത്ത മണ്ണൊക്കെ നടന്നിട്ട് കഷ്ടത്തിലൂടെ പോയിട്ട് ദൈവത്തിന്റെ നാമത്തെ പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞു. അവർ പലയിടത്തും പലർക്കും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന ആവശ്യം കർത്താവിനിർത്താണ് ഇങ്ങനെ സംഭവിച്ചത്. പേര് വരുമ്പോൾ ആർക്കാണ് വരുന്നത്? യേശുവിനാണ് വരുന്നത്. ആമേൻ ആമേൻ. കർത്താവിന് വേണ്ടി നിന്നിട്ടാണ് ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ആമേൻ. സാക്ഷ്യം വിട്ട് ജീവിച്ചിട്ട് അവൻ കർത്താവിന്റെ നാമം കൂട്ടിച്ചേർക്കരുത്. അവൻ ദൈവത്തിന്റെ നാമം ചേർക്കണമെങ്കിൽ നീ നീതിയെ ആ ദൈവത്തിന്റെ നാമം ചേർത്ത് അവർ നിന്നെ ശക്തനായിരുന്നു. പറഞ്ഞാട്ടെ. ദോഷവശങ്ങൾ വെളിപ്പെടുമ്പോൾ നമുക്ക്
അതിൽ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. ഇവിടെ അവൻ കർത്താവിന്റെ ദാസ ആ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, അവൻ സ്വന്തം 5 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ വെറുതെ ഒന്ന് ചികഞ്ഞു നോക്കുക. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ലവണ്ണം ആവണമെങ്കിൽ നമ്മുടെ അത്രത്തോളം പാവറയേ ഉള്ളൂ. പക്ഷേ താൻ പറയുന്നു, അവൻ സ്വന്തം ഞാൻ ഇതിലും അധികം ചെയ്യും, എല്ലാവരെക്കാളും ഞാൻ അധികം. അവൻ സ്വന്തം പറയുന്ന വാക്യം കേട്ടില്ലേ? അവൻ സ്വന്തം ഞാൻ അധികം ചെയ്തിട്ടുണ്ട്, അവൻ കർത്താവിനോട് ചെയ്യിച്ചിട്ടുണ്ട്. അവൻ സ്വന്തം അവരെ എന്തെന്നില്ലാത്ത ആത്മസാന്നിധ്യം തന്റെ മേൽ കടന്നു വന്നപ്പോൾ അവൻ സ്വന്തം തനിക്ക് ചെയ്യാൻ കഴിയാത്ത സംഭവങ്ങളെ തന്നെ ചോദിച്ചു. ഇതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവസന്നിധി നീതിയോടുകൂടെ നിന്നിട്ട് അവൻ സ്വന്തം അവൻ കള്ള സഹോദരന്മാരുടെ ആപത്ത്, അവൻ കടവിലെ ആപത്ത്, പല ദിവസങ്ങൾ ഉറക്കിളപ്പ്, അവൻ നഗ്നത, പട്ടിണി, അവൻ സ്വന്തം ഒരു ദിവസം അവൻ പട്ടിണി കിടക്കും. ഉപവാസമല്ല, അവൻ സ്വന്തം പട്ടിണി കിടന്നാൽ എത്ര പേര് നമ്മൾ പറയും പട്ടിണിയാണെന്ന്. പല ദിവസം പട്ടിണി, അവൻ സ്വന്തം ഉപദ്രവമാണ്, അടി, അവൻ സ്വന്തം ചാട്ടക്കുള്ളടി, കൊടുക്കാനുള്ള അവൻ സ്വന്തം ദൈവജനത്തെ അനുഭവിക്കാത്ത അവൻ സ്വന്തം ദൈവനാമത്തെ പ്രതി അനുഭവിച്ചു. ഇത് ദൈവത്തിന് മുമ്പാകെ പ്രസാദമാണ്. നമ്മൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നതിനേക്കാൾ അവൻ നീതി ചെയ്തിട്ട് അവൻ ശിക്ഷ ഏൽക്കുന്ന ദൈവത്തിന് പ്രസാദമാണല്ലേ. ആ വാക്യമാണ് പത്രോസിന്റെ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നത്. ആവാൻ തന്റെ ഹൃദയത്തിൽ ആ ആവേശത്തിൽ എടുത്തുകൊണ്ട് വസ്തുക്കളിൽ അവർ ശിക്ഷ അനുഭവിച്ചത് അവരുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ്. അതിന് ദൈവനാമം എന്ന് പറയുവാൻ പറ്റത്തില്ല. അവിടെ സ്വത്രം ഒരു ആഗോള താഴ്വര എന്ന് പറയുവാൻ കാരണം തന്നെ തന്നെ കല്ലെറിഞ്ഞ് കളിക്കുന്നായിട്ട് കൂട്ടി. സ്വത്രം ഇതിന്റെ പേരാണ് ആഗോള ആഴ്വര എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്വത്രം തന്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ട് സ്വന്തം ഈ മനുഷ്യൻ ശരിക്കും വിശ്വാസിയല്ലേ? ആകാൻ വിശ്വാസിയാണോ? അല്ലേ? പിന്നെ സംശയവും 2-3 ചോദിച്ചാൽ ഒന്നുകൂടി ആ പുള്ളി പിന്മാറ്റത്തിലാണെന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ ആ പുള്ളിക്കാരൻ ഒരുമിച്ച് നടന്നിരുന്നവരല്ലേ? യോശുവയുടെ കൂടെ അവൻ പ്രവർത്തി ചെയ്യുമ്പോൾ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ആകാൻ. അവനോടൊപ്പം സ്വതന്ത്രം എല്ലാ പ്രവർത്തികളിലും സ്വതന്ത്രം ഉൾപ്പെട്ടിരുന്നവനാകാൻ. പക്ഷേ അവൻ എഴുപേരുടെ പട്ടണത്തിലേക്ക് കയറിയപ്പോൾ തന്റെ ഉള്ളത്തിൽ പിശാചുകൾ കൊടുക്കും. സ്വർണ്ണം കെട്ടിയെടുത്തോളാം, കൊണ്ട് ഒളിച്ചു വെച്ചു. സ്തോത്രം. ഇത് നിനക്ക് പിന്നത്തേതിൽ ഉപകരിക്കും. സ്തോത്രം. കാണുന്നതിന് പറഞ്ഞു. സ്തോത്രം. ചിലരൊക്കെ അവൻ എപ്പോഴും ഇന്നപ്പോൾ യോശുവ നിലത്ത് കിടക്കുക അവൻ യോശുവ നീ എന്താണ് കഴിയുന്നത്? സ്തോത്രം. ഇസ്രായേൽ പാപം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. അവിടെ അവൻ യോശുവയോട് ഇടപെടുന്നത്, നീ എന്തിനാണ് അറിഞ്ഞിരിക്കുന്നത്? പാപം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇവരുടെ ചിന്തകൾക്ക് അപ്പോഴാണ് ഹാരിക്കോട്ടണം എന്ന് പറഞ്ഞ ചെറുതാ. ഇവരുടെ ചിന്തകൾക്കൊക്കെ അവൻ വളരെ ചെറുതാ. അവനോട് അധികം പേരൊന്നും പോകേണ്ട ആവശ്യമില്ല. അവൻ വളരെ ചെറുത്, പട്ടണം ചെറുതാണ്, ആൾക്കാർ കുറവാണ്. പക്ഷെ അവിടെ നിന്ന് തോന്നിട്ടുള്ള ഒരുപാട് മക്കള് പെട്ടുകൊണ്ട് വീണു. സ്തോത്രം. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. അവൻ ഈശ്വരായി പാപം ചെയ്തിട്ടു, ഞങ്ങൾ വലച്ചത് എന്തെന്നും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. യോശുവ അവനെ സ്തോത്രം ശിക്ഷ കൊടുക്കുന്നത്. സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ഒന്നാണ്. സ്തോത്രം. അതിന്റെ 20-ാം വാക്യം വായിച്ചു.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിളിച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു. ആ ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ ശേഷമുള്ള ബാബിലോണിയ മേലങ്കിയും 200 ശെക്കെൽ വെള്ളിയും 50 ശെക്കെൽ തൂക്കമുള്ള ഒരു പെൺകട്ടിയും അധികം ഒന്നും എടുത്തില്ല. ഞാൻ ഇന്നതൊക്കെ ഞാൻ കരത്തില് എടുത്തു. ആമേൻ സ്തോത്രം. ആമേൻ. അവിടെ ആമേൻ സ്തോത്രം. ആഖൂർ താഴ്വര എന്ന് പറയുന്ന 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖൂർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു. അവിടെ വലിയൊരു കൽക്കൊന്ന വെച്ച് അവർ എറിഞ്ഞതാ കല്ല് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ വലിയൊരു കൽക്കുന്നായിട്ട് തീർത്തെടുത്തു. അത് ഇന്ന് വരെയും അവിടെ ഉണ്ടെന്ന് ദൈവവചനം വിളിച്ചു പറയുന്നത് സ്മാരകമായിട്ട് വെച്ചിരിക്കുക. നമ്മെ സ്തോത്രം. ആദാം കുറ്റം ചെയ്തവരുടെ ശിക്ഷ ഏൽച്ചു പറയുന്നത്. അപ്പോൾ ആദാം കുറ്റം ചെയ്തപ്പോൾ അവൻ സ്വന്തം യോശുവെ വിളിച്ചിട്ട് അവൻ സ്വത്രം അവൻ പറയുന്നത് അതിന്റെ 18-ാമത് വാക്യത്തിൽ മകനെ അവൻ സ്വത്രം അവൻ ആദാനെ എന്നാണ് വിളിച്ചത്. മകനെ നീ ദൈവസന്നിധിയിൽ നീ നേര് പറ. മകനെ സന്തോഷത്തോടെ വിളിച്ചിട്ട് തന്നോട് ചോദ്യം ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട്. അമ്മ സ്വത്രം. ദൈവജനമേ ആമേ സ്തോത്രം. നേര് വെളിപ്പെടുത്തുവാൻ തന്നോട് ഇടപെടുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ ആ കുറ്റം തെളിഞ്ഞപ്പോൾ അവന് ശിക്ഷ കൽപ്പിക്കുന്ന ദൈവവൃത്തി. ഹല്ലേലൂയ സ്തോത്രം. ഇത് ദൈവത്തിന് പ്രസാദകരമല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അവന് സ്വന്തം ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ് വിളിച്ച് പറഞ്ഞത്. അവൻ സ്വതന്ത്രം. ഞാൻ അധികം അടികൊണ്ടു. അവൻ സ്വതന്ത്രം. ഞാൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. അവൻ സ്വതന്ത്രം. ഞാൻ കള്ള സഹോദരന്മാരെ ഞാൻ അവൻ സ്വതന്ത്രം വളരെ കഷ്ടത്തിലായി. അവൻ പല ദിവസങ്ങൾ ഞാൻ സംഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ചിട്ടുണ്ട്. പട്ടിണി കണ്ടിരുന്നവരുണ്ട്. ഇത് ഈ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അമസ്തോത്രം ഉടനെ ദൈവാസന വിളിക്കും. ദൈവാസന പ്രശ്നമാണ്. അമസ്തോത്രം. ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. അമസ്തോത്രം. പ്രാർത്ഥിക്കണം. അമസ്തോത്രം. ദൈവത്തിന് പ്രസാദമാണെങ്കിൽ നീ ദൈവത്തോട് ഇടപെടട്ടെ. അവന്റെ സന്നിധിയിൽ നിനക്കൊരു അനുഭവം കടന്നു വന്നാൽ ഈ വചനം അവൻ വിളിച്ചു പറയുന്ന പത്രോസിന്റെ ലേഖനം കൂടി വായിച്ചാട്ടെ. അമസ്തോത്രം. നീ ദൈവനാമത്തെ പ്രതി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ഇത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നുവെങ്കിൽ അമസ്തോത്രം നീ അത് അനുഭവിക്കേണ്ടതല്ലേ? അമസ്തോത്രം. അവൻ ചെറിയ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അമസ്തോത്രം നിന്റെ ഗുരുതരയുടെ വീട്ടിലേക്ക് പോകരുത്. അവർ താഴ്ചയിൽ അടുത്തേക്ക് പോകരുത്. ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെട്ടിരിക്കും. ആ കർത്താവ് നടത്തു മനുഷ്യത്തെ എന്നെ തുമ്പം നടത്തു. അവൻ സ്തോത്രം. അവൻ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവൻ സ്തോത്രം. അവൻ കഴുകൻ കാറ്റിനെതിരെ നിൽക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. അവൻ സ്തോത്രം. കഴുകൻ എന്തെയും കാറ്റിനെതിരെ നിൽക്കും. അവൻ സ്തോത്രം. വലിയ ഉയരത്തിലേക്ക് പറക്കുന്ന പക്ഷിയ. അവൻ സ്തോത്രം. ഇതിന്റെ അവൻ യാത്ര എന്ന് പറയുന്നത് കാറ്റിനെതിരെ പ്രതികൂലങ്ങളുടെ നടുവിൽ അതിൽ നേരിടുന്നവൻ യഥാർത്ഥ വിശ്വാസി. പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മളെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമോ? സ്തോത്രം. സംഖ്യയില്ലാത്ത പ്രതികൂലം വരുമെന്ന തിരുവചനം പറയുന്നത്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത അതിനേക്കാൾ കൂടുതൽ നമുക്കുണ്ടാകും. സ്തോത്രം. സംഖ്യ എണ്ണുവാൻ പറ്റാത്ത പ്രതികൂലം. സ്തോത്രം. ഇതിനെ കവർ ചെയ്യുന്നവനാണ് യഥാർത്ഥ ദൈവവൈദ്യൻ. സ്തോത്രം. അവരിൽ നിന്ന് സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കത്തക്കവണ്ണം നമ്മളിൽ നിന്ന് പ്രവർത്തിക്കപ്പെട്ടാൽ പ്രസാദകരമായി എന്റെ പൈതൽ, എന്റെ മകൻ, എന്റെ മകൾ സ്വന്തം വാത്സല്യത്തിലാക്കി ഉറച്ചു നിൽക്കുന്നവനാണ്. സ്വന്തം ഇതിൽ നിന്ന് വിട്ടുമാറാൻ സ്വന്തം ഉറപ്പിക്കും. സ്വന്തം യോവിന്റെ സ്വന്തം ജീവിതത്തിൽ കാരണം എന്താണെന്നറിയാമോ? അവൻ എന്നെ പറ്റി ഒരു അക്ഷരം ആകാമെന്ന് പറയത്തില്ല.
അമിസ്വത്രം എന്നൊരു ഉറപ്പ് ദൈവത്തിനുണ്ട്. അമിസ്വത്രം അങ്ങനെ നമ്മുടെ ഹൃദയം സ്വീകരിക്കട്ടെ. അവൻ കർത്താവിൽ ബലപ്പെടുത്തിക്കട്ടെ. അവൻ വരുന്ന പ്രതികൂലത്തെ കണ്ടുകൊണ്ട് അവൻ മനം മറന്നു പോകാതെ ഇത് ഞാൻ ദൈവത്തിന് ഇഷ്ടമാണ് ഞാനത് നേടും. ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. കർത്താവിന് പ്രസാദകരമായി തീരുമെങ്കിൽ അത് സംഭവിക്കട്ടെ. അതെന്താ പലപ്പോഴും നമുക്ക് കഷ്ടങ്ങളിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല. കഷ്ടത്തിലേക്ക് പോകുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അമിസ്തോത്രം എന്നാൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിലോ അമിസ്തോത്രം ഇരുമ്പ് ആയുധം അമിസ്തോത്രം പ്രവൃത്തിയുള്ള ഒരു ആയുധമായിട്ട് ഒരു കത്തിയോ അമിസ്തോത്രം വെട്ടുന്ന വായുധത്തില്ല. വെച്ചാൽ പഠിപ്പിക്കും. ഇതിനെ കൊല്ലം എന്ത് ചെയ്യും? ആട്ടിച്ചു പരത്തും. ഷെയ്പ്പാകത്തില്ല, വീണ്ടും തീയിലോട്ടും ആമെ ആട്ടിക്കും, ഷെയ്പ്പ് വരുത്തും, രാഗി വിരിക്കെടുക്കും. അവൻ വെറുതെ ഒന്നും ഒരു മൂർച്ചയുള്ള ആയുധമൊന്നും ആകത്തില്ല. ചില കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. അവൻ ചില പ്രതികൂലത്തിലുള്ള ഇരുവുകൾ കണ്ടാണ് ആ ഇരുവുകളുടെ സേവന കഴിച്ചാണ് അതിനെ ആദിച്ചു പകരുന്നത്. അതിനെ ചെറുപ്പാക്കി വരുമ്പോഴാണ് യഥാർത്ഥം അമിസ്തോത്രം. അതിന് നടുവിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. അമിസ്തോത്രം പ്രവൃത്തികൾ ശോധനകളുണ്ട്. ഈ നീങ്ങി വരുന്ന ആയുധം വെറുതെ അതിന് നീണ്ട വെള്ളത്തിൽ മുക്കും. അവരവരിൽ ആയുധം ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അവൻ കൊല്ലപ്പറിയിൽ എല്ലാവരും പോയിട്ടില്ലെങ്കിലും പലരും കണ്ടിട്ടുണ്ടാകാം. അമിസ്തോത്രം ഈ ഇരുമ്പ് കണ്ടുള്ളത് അവൻ ചെറിയൊരു പീസായിരിക്കും, വലിയ ആയുധം ഉണ്ടാക്കി എടുക്കാം. കാരണം അടിച്ച് പരത്തുമ്പോൾ നീളും, അവൻ വീതി കൂട്ടി വരും. അമിസ്തോത്രം ഈ തീയിൽ വെക്കും, വീണ്ടും വെള്ളത്തിൽ വെക്കും. അവൻ ഇതിന് ടെമ്പർ വരുത്തുകയാണ്, പദം വരുത്തിയെടുക്കും. വിശ്വാസം വരുന്ന പ്രതികൂലത്തിന് നടുവിൽ അവൻ തീയിലൂടെ ശോധന എടുക്കും. നമ്മൾ ദൈവജനത്തിൽ പറയുന്നത് പോലെ അമിസ്തോത്രം അവൻ ഞാൻ അടിസ്ഥാനം വെച്ചിരിക്കുന്നു. അമിസ്തോത്രം അവൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. അമിസ്തോത്രം ഞാൻ മറ്റൊരു അടിസ്ഥാനം ഇട്ടിട്ടില്ല. അമിസ്തോത്രം പക്ഷേ ഇത് തെളിയിക്കുന്നത് ശോധനകൾ. അമിസ്തോത്രം അവരുടെ പല വസ്തുക്കളെ കുറിച്ച് പറയുന്നു. ലോകങ്ങൾ, അമിസ്തോത്രം ഇരുമ്പ്, മരം, അവൻ വൈക്കോല്, അമിസ്തോത്രം പുല്ല്, അതുപോലെ പറയുന്നുണ്ട്. ഇത് ശോധന കഴിക്കും, നിലനിൽക്കുന്നതിന് പ്രതിഫലം ഉണ്ടാകും. നിലനിൽക്കുന്നതിന് പ്രതിഫലം ഉണ്ടാകും. ഇന്ന് അവൻ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അനുഭവിക്കുന്ന നീ പ്രതിഫലം ഉണ്ടാകും. ദൈവസന്നിധി ഉറച്ചു നിൽക്കണം. ആകാന് പ്രതിഫലം ലഭിച്ചില്ല, കാരണം അവന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് സംഭവിച്ചതാണ്. അവൻ സ്തോത്രം അവൻ കർത്താവിന്റെ സന്നിധിയിൽ മറ്റൊരു ഭാഗം പറയുന്നത് സംഖ്യാപുസ്തകത്തില് അവൻ സ്തോത്രം അവൻ കോരഹ് അഭിരാം അവൻ സ്തോത്രം കോരഹന്റെ കോരമുള്ളവര് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ദാസന്മാരോട് മറുതലിപ്പ് കാണിച്ചു. അവൻ സ്തോത്രം അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ കൃത്യന്മാർ, ഞങ്ങളും ലേവ്യ അനുഭവത്തിൽപ്പെട്ടവർ. ഹല്ലേലൂയ. അവന്റെ സ്തോത്രം നിങ്ങൾക്ക് മാത്രമാണ് ഈ ശുശ്രൂഷകൾ, ഞങ്ങൾക്കും അത് ചെയ്തെടുക്കുവാൻ സാധിക്കും. അവന്റെ സ്തോത്രം അവരെ ഇതുവരെ ഈ ദൈവവചനത്തിൽ കാണാത്ത ഒരു ശിക്ഷ അവരെ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ സ്തോത്രം നാളെ ദൈവം അതിന് മറുപടി തരും. അവന്റെ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ആരൊക്കെ നിൽക്കണമെന്ന് ദൈവം ഉറപ്പിക്കും. അവന്റെ സ്തോത്രം ഇത് അവനവന്റെ ഉള്ളത്തിൽ തോന്നിയ ആശയങ്ങളും ഇത് ദൈവമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ നേരെ മറിച്ചാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമ്മുടേതായ ഹൃദയത്തിന്റെ തലങ്ങളൊക്കെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ചിലവഴിക്കുവാൻ നോക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അവൻ സ്തോത്രം അവരെല്ലാം സംഭവിച്ചത് ഭൂമി വാഴ അവർ ജീവനോടുകൂടെ നീക്കി.
ഹല്ലേലൂയ. ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് വ്യത്യസ്തമായ ശിക്ഷാ നടപടികളാണ് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവനാമ മഹത്വമായി തീരേണ്ടതിന് ചെയ്തെടുക്കുന്ന പ്രവൃത്തികളാണ്. അമ്മ സ്തോത്രം. കർത്താവൊന്നും ചെയ്തിട്ടില്ല, കർത്താവ് അങ്ങനെ വിട്ട് കളയത്തില്ല. പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അമ്മ സ്തോത്രം നിന്റെ ജീവിതത്തിൽ വലിയ കുടുക്കും കേണികളും കടന്നു വരും. അമ്മ സ്തോത്രം. അവന് ഇങ്ങനെയുള്ള വചനം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകട്ടെ, അല്ലെ? ക്രമീകരണം പ്രാപിക്കേണ്ട വചനങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷക്കുറവാണ്. ഹല്ലേലൂയ. എന്നാൽ അവിശ്വാസം നമ്മൾ ദൈവം അനുഗ്രഹിക്കും, നിന്നെ വാലല്ല തലയാക്കും, നിന്നെ മാനിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തുമ്പോൾ ദൈവത്തിന് പ്രസാദം. ആ യേശു പറയുന്നത് ഈ ക്രമീകരിക്കുവാൻ ഒരുക്കപ്പെടുന്നുണ്ടോ അവരുടെ ദൈവത്തിന് പ്രസാദകരമായി തീരും. ആ ദൈവത്തിന്റെ അവരെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ വെച്ചുകൊടുക്കട്ടെ. ആ യേശു പ്രസാദിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ മകൻ പറയുന്നത് പോലെ അവൻ നടക്കുന്നു, അവന്റെ വചനം കാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഓരോന്നും കുടുംബത്തിനുള്ള അപേക്ഷണം കുടുംബത്തിൽപ്പെട്ടത് അവർ തന്നോട് നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അപേക്ഷണം ദൈവസന്നിധിയിൽ കൂടി കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് തിരുവചനം പറയുന്നു. കൂട്ടുകെട്ടുണ്ടാക്കും. അവൻ ചില കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കും. അവൻ സ്വന്തം ലൈംഗികമല്ലാത്ത ചില കൂട്ടുകെട്ടുകളെ അവൻ പന്ത്രണ്ട് അനുഭവങ്ങൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള അമേശ്വരന്റെ കാണാൻ സാധിക്കുന്ന കൂട്ടുള്ളത് അമേശ്വരൻ ദൈവമാർക്ക് വേണ്ടി കളഞ്ഞ അനുഭവങ്ങൾ വചനം സത്യമായിട്ട് വിളിച്ചു പറയും. സ്തോത്രം. ഇത് ദൈവത്തിന് പ്രസാദകരമാകും എന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രസാദമായില്ല. അവൻ സ്തോത്രം. അവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, അതിനുള്ള സ്തോത്രം. ദൈവസന്നിധിയിൽ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏത് അനുഭവമാണ് നാം ചോദിച്ചാൽ അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അവന് മുന്നേറിക്കൊള്ളണം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകത്തിലേക്ക് ഒന്ന് ഒന്നാട്ടെ. ഹല്ലേലൂയ. അവരെ 16-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ച് ഏലിയാവിന്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, ഫേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി 250 പുരുഷന്മാരെ കൂട്ടി മത്സരമായോ ദൈവത്തിന്റെ വൃത്തിനോട് അവൻ സ്തോത്രം കളിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ അവൻ ദൈവസന്നിധിയിൽ വിടിഞ്ഞു നിൽക്കുന്നവരുടെ നേരെ അവൻ കുഞ്ഞ 250 ഹല്ലേലൂയ, സ്തോത്രം. അവൻ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന് രൂപം കാണിക്കും, അവൻ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തെടുക്കും. അവൻ ഇത് ശരിക്കും ദൈവികമായിരുന്നു, ദൈവത്തിന് ഇഷ്ടമായിരുന്നു, ദൈവത്തിന് പ്രസാദമുള്ളതല്ലായിരുന്നു. അവൻ സ്തോത്രം. അവൻ ചെയ്തെടുത്ത പ്രവൃത്തികൾക്ക് അതുവഴി കാണാത്ത ശിക്ഷാ നടപടികൾ ദൈവം ചെയ്തെടുത്തത് തിരുവചനത്തിൽ കാണുകയാണ്. പറയുന്നത് അവർ ആ വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോൾ സ്തോത്രം. ഈ 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 16-ന്റെ അവരെയും അവരുടെ കുടുംബങ്ങളെയും ഓർഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും ദൈവത്തിന്റെ അവയെ ശിക്ഷാ നടപടികൾ നാം ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവയുടെ പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചത് അവയെ സ്വന്തം ദൈവത്തിന്റെ മുമ്പാകെ അവയെ സ്വന്തം അവൻ ഇഷ്ട പ്രവൃത്തികൾ ചെയ്യുന്ന അനുഭവത്തിനാണ് അവൻ പ്രസാദിക്കുന്നത്. കുറ്റം ചെയ്തിട്ട് അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് വലിയ യശസ്സൊന്നുമില്ല, അതിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ നീ ദൈവനാമത്തെ പ്രതിനിധിക്കുക, അവൻ നീ ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം ദൈവത്തിന് പ്രസാദകരമായി തീരും. ഈ പ്രസാദകരമായി തീരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ട്.
ഇതേമാരെ തകർന്നു പോകത്തില്ല. ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നീ ദൈവനാമത്തെ പ്രതി നിന്നിട്ട് ആമേൻ ശത്രുക്ക് മേശക്ക് അഭേദനവോ ദൈവനാമത്തെ പ്രതി നിന്നതാ. കൈവിട്ട് കളഞ്ഞോ? ദൂതനെ ഇറക്കി ദൈവം. ആകർഷത്തെ നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ കഴിവനാണ്. ഈ ദൈവനാമത്തെ ആ യേശുവിനെയാണ് അവശേഷിക്കുന്നത്. അവൻ സ്വന്തം നിന്റെ ജീവിതത്തിൽ നിറയുന്നുണ്ടോ? നൂറാണ് നീ നടക്കുന്നത്. ആകാത്ത പ്രവൃത്തി ഇടയാകുന്നതാണോ നിന്റെ കാക്കുന്നത്? അവിടെ പറയുന്നത് രാജാവ് ഈ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ സേവിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഈ ദൈവ വചനമുണ്ട്. ഈ വചനത്തിൽ ഇല്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. ഉറപ്പിച്ച് പറയും. ശിക്ഷ നടപടി അവതരിപ്പിക്കുക. ഈ ആഘോഷങ്ങളിലേക്ക് അവർ സംഭവിച്ചത് വിടിവിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുക. അവൻ സ്തോത്രം. നമ്മൾ അവൻ നേരെ ദൈവം നേരെ. അവൻ സ്തോത്രം. അതിന്റെ മധ്യത്തിൽ ഒരു ശിക്ഷ നടന്നു വരുന്നെങ്കിൽ നാം സഹിക്കുന്നവന് ദൈവത്തിന് പ്രസാദകരമായി. അവൻ സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അത് സഹിക്കുവാൻ ദൈവം കൃപ നൽകി. അവൻ സ്തോത്രം. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ, പത്രോസ്. അതുപോലെ ആമേൻ സ്തോത്രം. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒക്കെ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ അവർ തളർന്നു ക്ഷീണിച്ചു പോയിട്ടില്ല. ആമേൻ സ്തോത്രം. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണെങ്കിലും സംഭവിച്ചത് ആമേൻ സ്തോത്രം. കർത്താവിനെ സേവിച്ചുകൊണ്ട് നടന്നിട്ട് ആമേൻ സ്തോത്രം എനിക്ക് മാത്രം, ഞങ്ങൾക്ക് മാത്രം, ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നിട്ടുള്ളൂ എന്നൊന്നും പറഞ്ഞ് കാര്യം അനുഭവങ്ങൾ തിരുവനന്തപുരത്തിൽ കാണുന്നില്ല. ആമേൻ സ്തോത്രം. ആ അനുഭവത്തെ അവർ സന്തോഷം ഉൾക്കൊണ്ട് കടന്നുപോയെന്ന് തിരുവനന്തപുരം കാണുന്നത്. കാരണം ദൈവനാമത്തെ പ്രതി ഇവരുടെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാ ആശയം ആ സന്തോഷം അവരുടെ ഉത്സാഹത്തിലേക്ക് വന്നു. അവൻ സ്വത്രം മനസ്സിലാകുന്നുണ്ടല്ലോ. അവൻ ദൈവത്തിന്റെ മുമ്പാകെ നിന്നിട്ട് നീ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമായി തീരും. അവൻ സ്വത്രം. 3 എബ്രായ ബാലന്മാര് ദൈവത്തിന്റെ മുമ്പാകെ നിന്നിട്ട് പറയുന്നു അവൻ സ്വത്രം രാജാവ് മത്സരിക്കുന്നില്ല. ഞങ്ങൾക്കൊരു നിയമമുണ്ട്, കർത്താവിനെ അല്ലാതെ കുമ്പിടുവാൻ പ്രമാണമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വരുന്ന എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും ഹല്ലേലൂയ, നീ വചനത്തിൽ നിൽക്കുന്നവരാണോ അവൻ സ്വന്തം അതെല്ലാം നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു ദൈവം. ആ സ്വന്തം ചൂട് പിടിപ്പിക്കുവാൻ കൽപ്പിച്ചു രാജാവ്. 7 മടങ്ങ് ചൂട്. ഹല്ലേലൂയ. സ്വത്രം. ഇത് കണ്ടിട്ട് ഇവർക്ക് മനസ്സുമാറ്റം വന്നോ? മാറ്റം വന്നില്ല. ഇന്ന് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ എല്ലാവരും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആർക്കും ഉറക്കമൊന്നും വന്നില്ല. വളരെ സന്തോഷമുണ്ട്. ആ ഉറക്കം വരുന്നത് വ്യാപാര മണ്ഡലത്തിൽ വായിച്ചു മതി. സ്തോത്രം. കൃപയിൽ ശക്തിപ്പെടട്ടെ. 3 മണിക്കൂർ നമ്മൾ വിളിച്ചു സൂക്ഷിക്കും. പല കണ്ണുകളും അടഞ്ഞു പോകുന്നതായിട്ട് പലപ്പോഴും നമ്മളിവിടെ വിളിച്ചു പറയുന്നുണ്ട്. സ്തോത്രം. ഈ കണ്ണ് അടഞ്ഞു പോകുമ്പോൾ മാത്രം അങ്ങനെ പറയാം. കണ്ണ് അടഞ്ഞില്ലെങ്കിലോ പറയേണ്ട ആവശ്യമില്ല. അമേശ്വരം എല്ലാവരും ശ്രദ്ധിക്കുക. അമേശ്വരം. ചില അന്യായ മുഖങ്ങളെ ദൈവം വെട്ടിമാറ്റും. സ്വത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. അമ്മയുടെ ദൈവങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടമാണെങ്കിൽ സന്തോഷത്തോടെ ചെയ്തെടുക്കണം. അതിൽ ദൈവത്തിനൊരു പ്രസാദമുണ്ട്. സ്തോത്രം. അവയെ 3 എബ്രായ ബാലന്മാർ ദാനിയേലിന്റെ പുസ്തകത്തില് ഹല്ലേലൂയ സ്തോത്രം 3-ാം അധ്യായം അതിന്റെ 17 മുതൽ വായിച്ച ദാനിയേലിന്റെ പുസ്തകം.
രാജാവിനെ കയ്യിൽ നിന്നും വിടുവിക്കും. ആ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ താഴേക്കുള്ള അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ വചനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആർക്കും അറിയാത്തതായിട്ട് പുതുതായിട്ട് ഒന്നും ഇവിടെ ഉളവാകുന്നില്ല. ഹല്ലേലൂയ. വചനങ്ങളെല്ലാം അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ മുമ്പാകെ ദൈവാത്മാവ് എടുക്കാറുണ്ട്. ഇത് എഴുതിയിരിക്കുന്ന വചനത്തിലേക്ക് തർക്കിച്ച് നോക്കുമ്പോൾ അവൻ വരുന്ന വചനമാകിയാൽ നമുക്ക് ആവശ്യമെന്ന് ദൈവാത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. അവിടെ പറയുന്നത് നിർത്തിയിരിക്കുന്ന ഉണ്ടെന്ന് ഞങ്ങൾ സേവിക്കത്തില്ല. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാം. ആമേൻ. ഇത് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ആമേൻ, സ്തോത്രം. തങ്ങളുടെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ആ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതാകയാൽ ആമേൻ, സ്തോത്രം, സ്വർഗമാവുന്നതിന് ആമേൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം. രാജാവ് പറയുന്നു അതിന് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കണം. ആമേൻ, സ്തോത്രം. ആ 7 മടങ്ങ് പതിവായിട്ട് 19 ആമേൻ, സ്തോത്രം. മുഖഭാവം മാറി. അതിൻ്റെ പുരുഷന്മാരോട് ദേശത്തിനെയും അഭേദനകോവയും കൈകാലുകൾ കെട്ടി ആ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരുത്തനുണ്ട്. നീ ദൈവനാമത്തെ പ്രതി നിന്നോ, നിന്റെ കുടുംബത്തിന്റെ പ്രവർത്തിക്കുന്ന ചില അത് കെട്ടുന്ന കെട്ടുകളെ പൊട്ടിക്കുന്ന അവരെ കർത്താവിനെ ആനുകൂല്യം ബുദ്ധിമുട്ടും. അവൻ സ്വത്രം ഇത് ദൈവം നാളെ മഹത്വമായി തീരട്ടെ. അവൻ സ്വത്രം അവൻ കർത്താവ് പറയുന്നത് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അവൻ എന്റെ വഹിച്ചിട്ടവൻ അവന്റെ രാജാവിന്റെ അവിടെ നിന്നിരുന്ന പ്രധാനികളുടെയൊക്കെ അവൻ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് വെളിപ്പെടുത്തായി ദൈവത്തെ വിളിച്ച് പറയുക. അതുകൊണ്ട് ആ സ്വപ്നം അവരെ ഇപ്പോൾ പറയുകയാണ്, നമ്മൾ 3 പേരിൽ ഇട്ടത് ഇപ്പോൾ 4 പേരുണ്ട്. ഒരുത്തനും കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. തന്റെ ദൈവമക്കളുടേതായ തകർച്ച കാണുന്നവൻ സന്തോഷിക്കുന്നവനല്ല ദൈവം. അവരെ ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ യേമന സ്ഥിരമാക്കും. മനസ്സിലാകുന്നുണ്ടോ? 37 സംഗീതത്തിലെ ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകാം. അതിനിഷ്ടം തോന്നണം. എന്റെ സ്വന്തം വഴിയിലാണ് നിൽക്കുന്നത്. സ്വന്തം ഗമനം എന്ന് പറഞ്ഞതാ. ഗമനം ഗമനം എന്ന് പറയുന്നത് മലയാള ഭാഷയാണ്. ആഗമനം എന്ന് പറഞ്ഞ വരുവാണ്. ഗമനം എന്ന് പറയാ പോകുന്നത് സ്ഥിരമാക്കുന്നു. പോക്കേ നമ്മുടെ യാത്രകളിൽ നമ്മുടെ നടപ്പ് വരവ് ഗമനം സ്തോത്രം ഇത് സ്ഥിരമാക്കുമെന്ന് തിരുവചനം പറയും. സ്തോത്രം നീ പോകുന്നതിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ 37 വിളിച്ച് പറയുന്നുണ്ടല്ലോ. 23-ാമത്തെ വാക്യം വായിച്ചാൽ ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടാകും. തന്റെ ബാലന്മാരുടെ വഴി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. എബ്രായ ബാലന്മാരുടെ ചലനം ദൈവത്തിന് ഇഷ്ടമായി. സ്തോത്രം. മുമ്പാകെ മരണം ഉറപ്പാണ്.
ഈ രാജാവിന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും പിടിപ്പിക്കത്തില്ല, അല്ലേ? അവൻ സ്തോത്രം. മാനുഷിക ചിന്തകൾ അങ്ങനെ പറയുന്നു. ഇവരെന്തുകൊണ്ടാണ് പിടിക്കപ്പെട്ടതെന്നറിയാവോ? എല്ലാവരും കുഞ്ഞങ്ങനെ നമസ്കരിക്കുമ്പോൾ 3 പേര് മാത്രം നിവർന്നിപ്പോയി. ദൂര സമഭൂമിയിൽ എന്നാണ് തിരുവചനം. ദൂര സമഭൂമിയിൽ അവൻ ബിംബത്തിൽ നിർത്തിക്കൊണ്ട് അവനെ കുമ്പിടണം. ഇതാണ് വ്യവസ്ഥ. കൂടുതൽ തപ്പുനാളും എല്ലാം കേൾക്കുമ്പോൾ അവൻ സ്വന്തം ഈ ബിംബത്തെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ദൈവമക്കൾക്ക് ആ വ്യവസ്ഥയില്ല. കുമ്പിടുന്ന ഒരുവനെയുള്ളൂ നമ്മുടെ കർത്താവ്. അവൻ സ്വന്തം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുന്ന വചനത്തിൽ നിൽക്കുന്നവരായി സ്തോത്രം ചെയ്യുകയാണ്. അവസരം അവസരം വരുമ്പോഴാണ് ദൈവാസം പറയാനല്ലേ പോകുന്ന വഴിയില്. മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നടന്ന കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അവിടേക്ക് എത്തുമ്പോഴും ആ പഴയ ശീലം നെഞ്ചത്തൊരുപിടുത്തമാണ്. ഹാർട്ട് താങ്ങുകയെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒന്നുമില്ല. സ്തോത്രം. നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങിപ്പോകത്തില്ല. അവൻ ഇസ്രായേലിന്റെ പരിപാലനയിൽ ഈ അവരുടെ വചനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് യേശുവിനെ ഹൃദയിച്ചു. അവൻ പ്രതികൂലത്തിൽ അകപ്പെട്ടാലും എന്റെ ദൈവനാമത്തിനാണ്, ദൈവത്തിന് നാമമഹത്വമായി തീരുമെന്ന നിന്റെ ഉള്ള പറയുന്നുവെങ്കിൽ നീ അത് ഉറച്ചു നിൽക്കട്ടെ. നമ്മുടേതായ ഹൃദയകാഠിന്യം കൊണ്ട് പലതിൽ നാം ഉറച്ചു നിൽക്കാറുണ്ട്. സ്തോത്രം. ഞാൻ ചെയ്താണ് ശരി, സ്തോത്രം. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, സ്തോത്രം എന്നൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ നാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇത് മാനുഷിക തലത്തിൽ തികച്ചും പൈശാചികമോ? സ്തോത്രം. അവൻ മറന്നു കിടക്കുമ്പോൾ അത് തെറ്റുകൾ നിലനിർത്തിക്കൊണ്ടുവരുന്നതെന്ന് ദൈവത്തിന് പ്രസാദമായി തീരുന്നു. ദൈവത്തിന് പ്രസാദമാണെങ്കിൽ വാചനത്തിൽ നിൽക്കണം. സ്തോത്രം. അവൻ പറയേണ്ടവർക്ക് ഏൽച്ചു പറഞ്ഞു മേടിച്ചുകൊണ്ടവണ്ണം നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നത്. മുഴുവന്റെ വഴി ദൈവത്തിന് പ്രസാദം തോന്നണം. അവനെയാണ് അവന് സ്ഥിരമാക്കുന്നത്. സക്കായി എന്ന് പറയുന്ന ഒരുവനുണ്ട്. നമ്മുടെ സമയം വേഗത്തിൽ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. അവൻ കർത്താവിന്റെ മേശമധ്യത്തിലുണ്ട്. അവൻ സ്തോത്രം. യേശു കർത്താവ് നടന്നു വരുമ്പോൾ സുവിശേഷം 19-ാം അധ്യായത്തില് അവൻ സ്തോത്രം ഒരുവൻ സ്തോത്രം കാട്ടത്തീയിലേക്ക് കയറി യേശുവിനെ കാണാനായിട്ട് ഇഷ്ടം തോന്നിയിട്ട് കയറിയതാണ് കേട്ടോ. ഈ ഹൃദയമാർന്ന ഒരു ദൈവമുണ്ട്. എന്തായാലും അവൻ സ്തോത്രം കഴിക്കാൻ യേശുവിനെ കാണാം. സ്തോത്രം. അവന്റെ ആ ഒരു രീതികളൊക്കെ താൻ കേട്ടിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. യേശുവിനെ പറ്റി സക്കായി സ്തുതി കേട്ടിട്ടുണ്ടാകും. സ്വന്തം പ്രവർത്തികൾ താൻ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് താനും നിസ്സാരക്കാരനെല്ലാം ചുങ്കക്കാരൻ പ്രമാണിയായ മനുഷ്യൻ, കൂലിപ്പണിക്കാരനല്ല. സ്തോത്രം. ചുങ്ക പിരിക്കുന്നതിന്റെ പ്രമാണിയ പലരും പിരിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എത്തിക്കുന്നതാണ് സക്കായി. അപ്പോൾ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ തന്റെ ഒരു ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം. അപ്പൊ യേശുവിന് അവനോട് ഇഷ്ടം തോന്നും. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. സ്തോത്രം. അവനെ ദൈവം പിടിക്കും കേട്ടോ. സ്തോത്രം. അവിടെ എത്തിയപ്പോൾ യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, സക്കായി ഇറങ്ങി വാ, നിന്റെ കുടുംബത്തെ ഞാൻ മാറ്റിമറിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രവൃത്തികൾ കുടുംബത്തിലുണ്ടായി. വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ്. അവൻ ആഗ്രഹം കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ കർത്താവിനോട് എത്രയോട് കത്തുവാൻ താല്പര്യമുണ്ട്. അവൻ ഇംഗ്ലീഷിനെ അടുപ്പിക്കാൻ താല്പര്യമുണ്ട്. തുടങ്ങിയപ്പോൾ അവൻ മോശെ അടുക്കുന്നത് അവൻ സ്വന്തം ഓരോരോ ഭരണത്തിന്റെ അടുക്കലോളം
ചില പ്രതികൂലങ്ങൾ കടന്ന് നീ കടന്നാല് ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തുള്ളൂ. ആവശ്യം ഇന്ന് ദൈവസന്നിധിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആവശ്യം രക്തത്താൽ കഴിക്കപ്പെട്ട് വേർതിരിച്ച ദൈവമൈകളാണ്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സക്കായിയുടെ കുടുംബത്തെ മാറ്റിമറിച്ചു ദൈവം. അവൻ സ്വത്ര ഹല്ലേലൂയ. അവൻ പ്രതികൂലം അവൻ തന്റെ മുമ്പാകെയുണ്ട്. താൻ നല്ലൊരു ജീവിതം നയിച്ച വ്യക്തിയല്ല. അവൻ സ്വത്രം. പക്ഷെ യേശു അടുക്കള ഇങ്ങനെ പറയുന്നത്, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ കൊടുക്കും. അന്യായമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ കൊടുക്കും. കൊടുക്കം കരം നീട്ടട്ടെ. ദൈവം അനുഗ്രഹിക്കുക. ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ കരം നീട്ടട്ടെ. നീട്ടുന്ന കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുക. അതിനൊരു സംശയമില്ല. അമ്മ സ്വത്രം 4 മടങ്ങ് കൊടുത്താൽ അത് 10 തരും, അത് 100 തരും, അല്ലെ? അമ്മ സ്വത്രം താൻ ചെയ്ത ദോഷവശങ്ങൾക്കാണ് താൻ പ്രായശ്ചിത്തം എന്ന നിലയിൽ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുക. അപ്പൊ പറയുകയാണ്, ഇവൻ അബ്രഹാമിന്റെ മകൻ. സ്തോത്രം. നമുക്ക് ദൈവമക്കൾക്കാണ് പലപ്പോഴും മാനസാന്തരമില്ല. സ്തോത്രം. എത്ര പറഞ്ഞാലും മാനസാന്തരപ്പെടാൻ പ്രയാസമുള്ള ഒരേ ഒരു ഗ്രൂപ്പ് ആരാന്നറിയാവോ? ജാതി അനുഭവത്തിലാണ് കടന്നു വരുമ്പോൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. അവർ അപ്പോൾ സറണ്ടറാകും. ദൈവമക്കൾ മാനസാന്തരപ്പെട്ടത് കേട്ടിട്ടുണ്ടോ? മിണ്ടത്തില്ല. തെറ്റാണെന്ന് അവരുടെ നാവ് കൊണ്ട് പറയത്തില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ആ തെറ്റാണെന്നുള്ള ഭാഗത്ത് വരുമ്പോൾ മറ്റേ ഈ സ്പോർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇതിന് ചാടി കിടക്കുന്ന സംഭവമില്ലേ, ആ ഭാഗത്ത് വരുമ്പോൾ അവർക്ക് ചാട്ട വരുമ്പോഴും അതിനെ തുടത്തി വേറെ തലത്തിലോട്ടൊക്കെ പോകും സംസാരം. എന്നാൽ ഈ യഥാർത്ഥമായ പോയിന്റിൽ വരുമ്പോൾ അതിമൊരു മുട്ടിയാലല്ലേ യഥാർത്ഥമായ ആ തെറ്റിലേക്ക് നമുക്ക് ചെന്ന് അതിനെ യാതൊന്നും നടക്കത്തില്ല, സംഭവിക്കത്തില്ല. ദൈവം അത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ വിശുദ്ധന്മാരാണ് ആണ്. ആവശ്യം കർത്താവ് നമ്മൾ വേർതിരിച്ചു. ആവശ്യം വചനം നമുക്ക് നൽകി രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു. ഇതെല്ലാത്തിലും ആവശ്യം സത്യമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അതിന് ശേഷമോ ആവശ്യം അവൻ ദൈവവചനം പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളയുന്നത് ഒരുപാട് വചനം പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളയുന്നതിന് കുറവുള്ളത്. അപ്പോൾ നമ്മൾ പ്രാപിച്ച ആ അനുഭവത്തിൽ നാം പിന്നെ വരുമ്പോൾ ആവശ്യം പിന്നെ നമ്മുടെ ഇഷ്ടത്തിലേക്ക് വളരുക. മോചനത്തിൽ നിൽക്കും. ദൈവം പ്രസാദിക്കുവാനിടയായി. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആവശ്യം ഇവിടെ സക്കായിക്ക് അങ്ങനെയല്ല. തന്നോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു മാനസാന്തരം. യേശു കർത്താവിന്റെ ഇടപെടൽ. യേശു കർത്താവ് ആരാ? കണ്ടിട്ടുണ്ടോ യേശുവിനെ? നമ്മളുണ്ടോ? ജീവിച്ചിരുന്ന സമയത്ത് നമ്മളുണ്ടായിരുന്നു. ഇതാണ് ദൈവം, ഇതാണ് യേശു. വചനം നമ്മുടെ അടുത്തുണ്ടോ? വചനം ദൈവമാണ്, അതിന് ജീവനുള്ളതാണ്. ഈ വചനം ജീവനുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ നേരിട്ട് അത് നാം ലഭിച്ചു കൊടുക്കുന്ന ഹൃദയത്തിലെ ഇപ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുക നമ്മളോട്. ആവശ്യം അങ്ങനെയെങ്കിൽ ആ വചനത്തിന് നാം കീഴ്പ്പെടണം. ദൈവസന്നിധിയിൽ നാം കീഴ്പ്പെടണം. ദൈവത്തിന് മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ആവശ്യം അവിടെയാണ് ദൈവത്തിന് പ്രവർത്തനം. ആവശ്യം മറിച്ച് ഇഷ്ടത്തിനോട്ട് മാനസാന്തരമില്ല. അവൻ ഇറക്കിയ ആവശ്യത്തിൽ ഞാൻ ദൈവത്യാഗിക്കുന്നവരാണ്. ഇതിന് പ്രസാദിക്കുന്നതില്ല, ഇതിനൊരു പ്രസാദവുമില്ല. ദൈവവചനം പറയുന്നത്, നീ കുറ്റം നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ അതിൽ എന്ത് യശസ്സു? മറിച്ച് ദൈവനാമത്തെ പ്രതി നീതി ചെയ്തിട്ട് നീ കുറ്റം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ആ ഒരു പ്രസാദം നമുക്ക് വേണം. ദൈവസന്നിധിയിൽ അവൻ നീതിയോട് നിൽക്കട്ടെ. ദൈവം വഴി തുറക്കുവാൻ ശക്തൻ. അല്പം പ്രയാസകരമായിട്ട് നിനക്ക് തോന്നിയാൽ
അതിന് അപ്പുറത്തൊരു വഴി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ സ്തോത്രം. ആമേൻ പൗലോസ് അപ്പോസ്തലനെ പോലെ എല്ലാവർക്കും സംഭവിക്കണമെന്നൊന്നുമില്ല. ദൈവത്തിന്റെ കൃപമുള്ളവൻ അനുഭവിച്ച കഷ്ടങ്ങൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞ വാക്യത്തിലൂടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അംശത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ താൻ നേരിടുവാൻ അത്രത്തോളം കൃപ തന്റെ മേൽ കിടക്കുകയാണ്. സ്വത്രം പറഞ്ഞ ആ കഷ്ടം അവിടെ പറയുന്നത് അടിക്കോടിനാഴായി സ്വത്രം കള്ള സഹോദരന്മാരുടെ ആപത്തും പല വട്ടം ഞാൻ കഷ്ടത്തിലായി പോയി. ഭക്ഷണമില്ല, നഗ്നത, പട്ടിണി, സ്വത്രം ഉറക്കിളപ്പ്, സ്തോത്രം അസാധാരണമായി ഒരുപാട് സംഗതികൾ സ്തോത്രത്തിൽ മാത്രമല്ല സഭയെ കുറിച്ചുള്ള ചിന്താധാരയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ചിന്തിച്ചാട്ടെ, ദൈവത്തിന്റെ വൃത്യൻ വിളിച്ചു പറയുന്നു. അതുപോലുള്ള എല്ലാ കഷ്ടങ്ങളും നാം അനുഭവിക്കണമെന്നാണോ? നമുക്ക് സഹിക്കുവാൻ പറ്റാത്തതിൽ കൂടുതലൊന്നും തരത്തില്ല. നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടോ? അതിനേക്കാൾ വന്നാലും താൻ പിടിച്ചു നിൽക്കും. അമിശ്വത്തെ ഇങ്ങനെ പറഞ്ഞാണ്, ഇനി വരുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഇനി സംഭവിച്ചതൊന്നുമല്ല ഇനി എന്തെങ്കിലും പോയിട്ട് ഞാനത് സഹിക്കുവാൻ ശക്തനാണ്. എന്റെ ദൈവനോട് കൂടിയുണ്ട്. അത് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? സ്വതം നിന്ന ഈ പരിഹാസങ്ങളും ഇടപെടലുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും വരുമ്പോഴും ഈ ദൈവത്തിലേക്ക് നോക്കിക്കൊള്ളാം. നമുക്ക് ചുറ്റുവട്ടം നമുക്ക് അനുഭവിക്കാനല്ല, നമുക്ക് ഒരിക്കലും നമ്മുടെ ചുറ്റുപാട് അവരിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ അനുഭവത്തിൽ നീ അത് സഹിക്കുമ്പോഴെങ്കിൽ സാധകരമായി ആ യേശു വിളിച്ചു പറയുന്നു, എന്റെ കൃപ നിനക്കും. അപ്പോസ്തലനായ പൗലോസിനോട് പറയുകയാണ്, എന്റെ കൃപ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു. സ്വപ്നം ആ നല്ല കർത്താവിന് എത്ര പേർക്ക് കാണാൻ സാധിക്കും? ആ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലും. സ്വത്രം കർത്താവിന്റെ വൃത്യൻ സ്വത്രം ഇങ്ങനെ പറയുന്നു, കർത്താവെ സ്വത്രം ഞാൻ 4 മടങ്ങ് മടക്കിക്കൊള്ളും. പകുതി എന്റെ വസ്തുക്കൾ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കും. സ്തോത്രം. ഒരു വാക്ക് യേശുവോട് പറയുന്നത്, ഇവൻ അബ്രഹാമിന്റെ മകൻ, ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. സ്തോത്രം. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദത്വം. നമ്മുടെ ഹൃദയ തലങ്ങളിൽ ദൈവത്തിന്റെ ഒരു പ്രസാദം ഉണ്ടാകണം. നമ്മളെ നോക്കിയിട്ട് ദൈവത്തിന്റെ മനസ്സറിവുണ്ടാകണം. സ്തോത്രം. അപ്പോൾ മറ്റുള്ളവർ ആശ്ചര്യപ്പെടത്തക്കവണ്ണം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ നാം ആ മറ്റുള്ളവർക്ക് അതുകൊണ്ട് അങ്ങനെ അവർ ചോദിക്കുന്നില്ല. അവർ സ്വന്തം ഒന്നിനോട് മനസ്സറിഞ്ഞാൽ അതിന് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും. ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ വാങ്ങിക്കുക. സ്വത്രം. ഇവിടെ ചോദിച്ച് പറച്ചിടും. സ്വത്രം. കർത്താവിന്റെ സന്നിധിയിൽ വാക്യം വായിച്ച് സ്വത്രം. നമുക്ക് വാക്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാം. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാണ്. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി. ക്രിസ്തു കഷ്ടം സഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുക. ആ നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് കേട്ട ഈ തിരുവചനം നമ്മൾക്ക് അനുഗ്രഹമായി മാറണം. സ്തോത്രം. മറ്റുള്ളവർ ഇടപെടൽ പോലെ നാം ഇടപെടേണ്ടവരല്ല. ഹല്ലേലൂയ. നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്ക് വചനമുണ്ട്. സ്തോത്രം. ക്രിസ്തു നമ്മുടെ മുമ്പാകെ നടക്കണം. സ്തോത്രം. നാം ആ കാഴ്ചപ്പാടുകളെ പിന്തുടരണം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. അവരുടെ സാന്നിധ്യം നമ്മുടെ നടുവിൽ. ചിലരൊക്കെ നാം എന്ത് ചെയ്യണം?
കുടഞ്ഞു കളയണം. ചിലതൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലതൊക്കെ ഉണ്ട്, നിർബന്ധമായിട്ട് പോരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുടഞ്ഞു കളയുവാൻ എത്ര പേര് ഒരുക്കപ്പെടും. അമ്മേ സ്തോത്രം. എത്ര ശ്രമിച്ചിട്ട് പോകുന്നില്ല. കയ്യില് പിടിച്ച് ഹൃദയത്തിന് കയറിയിരിക്കും, എടുത്തു കളയും. അമ്മേ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളിലെ അമ്മേ സ്തോത്രം അമ്മേ വചനം പറയുകയാണ്. അമ്മേ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ വിറകെടുത്തിട്ട് തീയിലിട്ടു. അപ്പോൾ ഒരു അണലി എന്ത് ചെയ്തു? കൈമേല് പറ്റിയെന്ന് പറഞ്ഞ ചുറ്റി. ആമേ സ്തോത്രം. ഇവിടെ പറയും പറ്റിയെന്ന് പറയുമ്പോൾ കൈമേൽ പിടിച്ചു. ആമേ സ്തോത്രം. ഒരു പക്ഷെ കടിച്ചു തൂങ്ങിയിട്ടുണ്ടാവും. അണലിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, പട്ടി കടിക്കുന്നത് പോലെ എല്ലാം എടുത്തിട്ട് കടിക്കും. അങ്ങനെയുള്ള ഒരു ജീവിയാണ് ഈ അണലി എന്ന് പറയുന്നത്. പാമ്പുകളൊക്കെ ഇഷ്ടമാണോ? ചിലരുടെ അണലി എന്ന് പറയുമ്പോൾ തന്നെ ചിലരുടെ മുഖമൊക്കെ മാറി. സ്തോത്രം. ഇവിടെ അണലിയൊന്നുമില്ല. ഞാൻ വചനത്തിലെ കാര്യം പറഞ്ഞ, അക്ഷരാർത്ഥത്തിൽ അണലിയൊന്നും വന്നിട്ടില്ലല്ലോ. അവൻ ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയാനകമാണ്. അവൻ സ്തോത്രം. ചിലർ മേലൊക്കെ കുളിർന്നേറിട്ട് വേണ്ടി ഈ സംഭവത്തിന് കാണുമ്പോഴേ അവൻ സ്തോത്രം ഒരു ഇഷ്ടമല്ലാത്ത ഒരു ജീവിയാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അപ്പോഴായ പൗലോസിന്റെ കഴിക്കുന്നത് പഠിച്ചു. ഇത് കുടഞ്ഞു കളയാം, വെറുതെ പോകത്തില്ല. നമ്മുടെ ഉള്ളത്തിൽ കയറിയ നാം കുടഞ്ഞു കളയണം. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആവശ്യമില്ലാത്തതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുവാൻ പാടില്ല. നമ്മളെ അകർക്കുവാൻ നോക്കുമ്പോ ചില ശക്തികൾ, നമ്മളെ ഒതുക്കുവാൻ നോക്കുന്ന ചില അണലുകൾ തീയിലൂടെ സ്വന്തം വിശ്വസ്തനായിട്ടിരുന്നാൽ നിലനിൽക്കുന്നതെങ്കിൽ നിശ്ചയമായി അവൻ നിന്നോടുകൂടെ തീയിലിറങ്ങും. കാരാഗ്രഹത്തിൽ കടന്നു വരും. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവനാമത്തെ പ്രതി നിന്ന യോസേഫിനോടുകൂടെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവം. ഇത് ദൈവനാമ മഹത്വത്തിനായിട്ടില്ല. അവയെ കണ്ണുകൾ അടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ.